നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും UDFന്റെ ബദൽ വികസന നയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ടെന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച് ജയിലിലായ നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനു മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. മുള്ളൂർക്കര വാഴക്കോട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പ്രവേശന ഭാഗം പൊളിച്ചിട്ട വാടാനംകുറിശി വല്ലപ്പുഴ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ നിർമ്മാണോദ്ഘാടനം ജനദ്രോഹകരം. ആഴ്ചകൾക്ക് മുമ്പ് പൊളിച്ചിട്ട വഴി ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പ്. പ്രദേശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം. തൃശൂരിൽ വീട് കയറി ആക്രമണം. സംഭവം കയ്പമംഗലം കൂരിക്കുഴിയിൽ. ഒറ്റപ്പാലത്ത് ലീഗ് നേതാവിന് ഫോണിലൂടെ നിരന്തരം വധഭീഷണിയെന്ന് പരാതി. പോലീസിനെ സമീപിച്ചിട്ടും ഒരു നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിര നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദിവാൻജി മൂലയ്ക്ക് സമീപം മണ്ണ് പരിശോധന തുടങ്ങി. നിർമ്മാണ ചുമതല ഈറോഡ് ആസ്ഥാനമായ സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും UDFന്റെ ബദൽ വികസന നയവും രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. BJPയും CPMുമായും ഒരിടത്തും UDF കൂട്ടുചേരില്ലെന്നും VD സതീശൻ പറഞ്ഞു. LDF സർക്കാരിനെതിരെയുള്ള കുറ്റപത്രം ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കുറ്റപത്രത്തിനൊപ്പം തന്നെ ബദൽ വികസന നയവും ജനങ്ങൾക്ക് മുമ്പാകെ വയ്ക്കുന്നുണ്ട്. ജനങ്ങൾ സർക്കാരിനെതിരാണ്. കഴിഞ്ഞ നിയമസഭാ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF മേൽക്കൈ നേടി. ഇതെല്ലാം UDFന് അനുകൂലമായ ഘടകങ്ങളാണ്. ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷവാദം ശരിയായി. ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനായി വിദഗ്ധരായ 300 ഡോക്ടർമാർ ചർച്ച നടത്തി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കും. കേരളത്തെ സീറോ വേസ്റ്റ് ആക്കുകയാണ് ലക്ഷ്യം. കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയവയിലെല്ലാം സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തും. 5 വർഷം കൊണ്ട് 5 ലക്ഷം വീട് നൽകും. ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പ്രത്യേകതകളും സൗകര്യങ്ങളും പരിഗണിച്ച് പദ്ധതികളുണ്ടാക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകും. തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചപ്പോൾ വാക്സിൻ വാങ്ങിക്കുന്നത് കുറച്ച സർക്കാരാണ് കേരളത്തിലേത്. തെരുവുനായ് ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കും. മാസങ്ങളായി വിദഗ്ധർ നടത്തിയ ഗവേഷണതുല്യമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയത്. പാലക്കാട് നഗരസഭ ഉൾപ്പെടെ UDF പിടിച്ചെടുക്കും. BJPക്കും CPMനും അകത്ത് മുമ്പില്ലാത്ത വിധം പ്രശ്നങ്ങളുണ്ട്. UDF മുമ്പില്ലാത്ത വിധത്തിലുള്ള ഐക്യത്തിലാണ്. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരെ 2 നടപടി എങ്ങനെയെന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതിന് ജയിലിലായ CPM നേതാക്കൾക്കെതിരെ CPM എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും VD സതീശൻ ചോദിച്ചു. ഒരേ കാര്യത്തിന് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. ഒരേ കാര്യത്തിന് ഞങ്ങൾ നടപടി എടുത്തില്ലേ? ആ നടപടി എടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ആ നടപടി എടുത്തു. ആ നടപടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതേ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ആരോടാ? 2 CPM നേതാക്കന്മാര് ശബരിമലയിലെ സ്വർണ്ണക്കള്ളത്തിന് ജയിലിലാണ്. മോഷണ കേസിൽ പ്രതികളാണ്. അറിയപ്പെടുന്ന 2 CPM നേതാക്കന്മാർ. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ആ പാർട്ടി ഒരു നടപടി എടുത്തോ? മിണ്ടുന്നില്ലല്ലോ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി. മോഷണ കേസിൽ പ്രതികളായി ജയിലിലാണ്. വെറും മോഷണമല്ല, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിലെ പ്രതികളായിട്ട് ജയിലിലാണ്. അവർക്കെതിരെ ഒരു നടപടി എടുത്തു. അതിന്റെ അർത്ഥം കൊണ്ട് അവരെ സംരക്ഷിക്കാൻ എപ്പോഴും അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതലയുള്ള ആളല്ലേ? ജയിലിലല്ലേ നേതാക്കന്മാർ 2 പേര്? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ 2 പേരും. വാസു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. പത്മകുമാർ പണ്ട് VS പിണറായി പോരാട്ടം നടക്കുന്ന കാലത്ത് VSന്റെ കയ്യിൽ നിന്നും പത്തനംതിട്ട ജില്ലയെ മോചിപ്പിച്ച് പിണറായിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയ ആളാണ് പത്മകുമാർ.
ഈ രണ്ടുപേരും ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച മോഷണ കേസിൽ പ്രതികളായി ജയിലിൽ നിൽക്കുകയാണ്. എന്നിട്ടൊരു പാർട്ടി കുടപിടിച്ചു കൊടുക്കുക. കലാലയ രാഷ്ട്രീയം ആവശ്യമാണെന്നും കലാപമാക്കിയത് CPM-ഉം SFI-യുമാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, പ്രസിഡന്റ് നോബൽ ജോസ് എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബിൻ്റെ മീഡിയ ഡയറക്ടറുടെ പ്രകാശനവും VD സതീശൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ടുമുമ്പ് നവീകരണത്തിന്റെ പേരിൽ പൊളിച്ചിട്ട വാടാനംകുറിശി വല്ലപ്പുഴ റോഡിന്റെ പ്രവേശന ഭാഗം ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ്. പട്ടാമ്പി MLA-യുടെയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് 10ാം വാർഡ് ജനപ്രതിനിധിയുടെയും അനാസ്ഥയാരോപിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രദേശത്ത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. വാടാനംകുറിശി വല്ലപ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബസ് റൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാത 2 ആഴ്ചയോളമായി പൊളിച്ചിട്ട നിലയിലാണ്. പഞ്ചായത്ത് ജനപ്രതിനിധിയുടെ വീഴ്ചകൾ ജനകീയ വിചാരണ നടത്തി കുറ്റപത്രം വായിച്ചാണ് റോഡ് തകർച്ചയ്ക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചത്. 1 മാസം മുമ്പാണ് MLA ഫണ്ടിൽ നിന്ന് റോഡിനായി തുക അനുവദിച്ചതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവൃത്തിയുടെ ഉദ്ഘാടനം തിരക്കിട്ട് നടത്തി റോഡ് പൊളിച്ചിടുകയായിരുന്നെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF പ്രതിനിധികൾ നടത്തിയതെന്നും ഇത് ജനങ്ങൾക്ക് യാത്രാ ദുരിതം സമ്മാനിച്ചതിനൊപ്പം റോഡിൻ്റെ പ്രവേശന ഭാഗത്തെ കയറ്റം വൻ അപകട ഭീഷണിയിലാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വോട്ടിനു വേണ്ടിയുള്ള സമരമല്ല ഇതെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിനുള്ള പോരാട്ടമാണെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് പറഞ്ഞു. ഒരു വല്ലപ്പുഴയിലേക്ക് ബസ് സർവീസ് കൂടിയുള്ള റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വീഴ്ച തന്നെയാണ്. ആ വീഴ്ചയിൽ ഉത്തരം പറയേണ്ടത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ്. കേവലം ഇലക്ഷൻ സമയത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട് MLA-യുടെ 25 ലക്ഷം രൂപ ഫണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചത് കൊണ്ട് മാത്രമായില്ല. ആ ബോർഡ് വെച്ചതിൻ്റെ അത് പ്രാവർത്തികമാക്കാനുള്ള നടപടികളും ഈ സ്ഥലം MLA-യുടെയും വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 10ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. VP ഹാജിയാർ അധ്യക്ഷത വഹിച്ചു. 10ാം വാർഡിൽ യാത്രാ ദുരിതം സമ്മാനിച്ച് മറ്റൊരു വാർഡിലേക്ക് മത്സരിക്കാൻ പോയ ജനപ്രതിനിധി ഒരു പ്രദേശത്തോട് വലിയ വഞ്ചനയാണ് ചെയ്തതെന്നും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ മുൻ മെമ്പറുടെ വീട്ടുപടിക്കലായിരിക്കും ഇനി സമരമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ PM ബ്രിജേഷ് മുന്നറിയിപ്പ് നൽകി. ഈ റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിയായ നിങ്ങളുടെ വീട്ടുപടിക്കലായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടുത്ത സമരമെന്ന് ഈ വേളയിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വെറുമൊരു മുന്നറിയിപ്പല്ല. നാളെ ഞങ്ങളുടെ പ്രതിനിധി ജയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ജയിക്കുന്നത് ഇവിടെ ഒരു വ്യക്തിയല്ല. ഞങ്ങളുടെ പ്രതിനിധി ജയിക്കുമ്പോൾ ഇവിടെ ജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ഒരു തെറ്റുപറ്റി, ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് മുന്നിലുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഈ പാത അധിക ദിവസം ഞങ്ങൾക്ക് കാത്തിരിക്കാനാവില്ല. 10ാം വാർഡ് UDF സ്ഥാനാർത്ഥി TP രാജീവ്, 6ാം വാർഡ് സ്ഥാനാർത്ഥി നിസാർ, കോൺഗ്രസ് നേതാക്കളായ PP മോഹനൻ, TM ഗോപികൃഷ്ണൻ, അസീസ് വട്ടപ്പറമ്പിൽ, അനീഷ് തേറ്റപ്പറമ്പിൽ, സുന്ദരബാബു, കുഞ്ഞുമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ലീഗ് നേതാവിന് നിരന്തരം ഫോൺ ഭീഷണിയെന്ന് പരാതി. ലീഗ് നേതാവും 27ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ PMA ജലീലാണ് പരാതിക്കാരൻ. വധഭീഷണിയുണ്ടായപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് ജലീൽ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അജ്ഞാത ഫോൺ കോളുകളുടെ ശല്യം വർദ്ധിച്ചതായി ജലീൽ പറഞ്ഞു. ഇതോടെ ജലീൽ പരാതിയുമായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അർദ്ധരാത്രിയിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പല നമ്പറുകളിൽ നിന്നായി കോളുകൾ വരുന്നത്. പൊതുപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഭീഷണി കോളുകൾ എന്ന് സംശയിക്കുന്നതായും ജലീൽ പറഞ്ഞു. മുമ്പ് ഒറ്റപ്പാലം പോലീസിനാണ് പരാതി നൽകിയത്. പോലീസിന് നമ്പറുകൾ ഉൾപ്പെടെ കൈമാറിയിരുന്നെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനായില്ല. വീണ്ടും ശല്യം തുടർന്നപ്പോൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു. എന്നിട്ടും പരിഹാരമായില്ല. ഇതേ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും ജലീൽ പറഞ്ഞു. ചൊവ്വാഴ്ചയും ഇത്തരത്തിലുള്ള കോളുകൾ വന്നിരുന്നതായാണ് ജലീൽ പറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു.
പോലീസിൽ ഒരു വർഷത്തിലധികമായി പരാതി നിരന്തരം കൊടുക്കുന്നു. ഒറ്റപ്പാലം പോലീസിൽ ബഹുമാനപ്പെട്ട പാലക്കാട് SP-ക്ക് ഇത്തരം പരാതികൾ കൊടുത്ത് അവരൊന്നും ഇതിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൈബർ സെല്ലിൽ കൂടി പരാതി കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ 10 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജില്ലാ പോലീസ് മേധാവിയോട് സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. എരുമപ്പെട്ടിയിൽ ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ ഗുഡ്സ് വാഹനമിടിച്ച് 2 പേർക്ക് പരിക്ക്. ഓട്ടോ ഡ്രൈവർ, എരുമപ്പെട്ടി സ്വദേശി സുരേഷ്, യാത്രക്കാരി ദൃശ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം. കോൺഗ്രസ് പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്തു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിലെ പ്രവർത്തകനായിരുന്ന KE യഹയെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ടായിരിക്കെ പാർട്ടി നിർദ്ദേശത്തിന് വിരുദ്ധമായി വാർഡിൽ മത്സരിക്കുന്നതിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. കോൺഗ്രസുമായി ബന്ധമുള്ള മുൻകാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന, എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിൽ സജീവമല്ലാതിരുന്ന ഒരു വ്യക്തി, ശ്രീ യഹിയ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയുമായി വലിയ ബന്ധം അടുത്ത കാലത്തൊന്നും ഇല്ലാതിരിക്കുകയും തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ സ്ഥാനാർത്ഥിയായി മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച്, കൈച്ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. ഒരു കാരണവശാലും ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് UDFന്റെ ജില്ലാ കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും യഹിയയെ ആ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാതെ ഇരുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് മത്സര വിജയസാധ്യതയില്ല എന്ന് മാത്രമല്ല, സംഘടനയുമായിട്ടുള്ള പ്രവർത്തന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF മണ്ഡലം കമ്മിറ്റി, കോട്ടായി മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥി നൽകാതിരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് കോൺഗ്രസ്സുകാരനാണെന്ന വ്യാജേന 2ാം വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രചരണം നടത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും UDFന്റെ എല്ലാ സ്ഥാനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാർട്ടി സ്ഥാനത്തു നിന്ന് എന്തെല്ലാം ചുമതലകൾ വല്ലതും അദ്ദേഹത്തിന് ഒരു ചുമതലയില്ല. ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിനെ, ഈ യഹിയയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കോ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യാതൊരു ബന്ധമില്ലായിരുന്നു. ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ A. തങ്കപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ച് എടുത്തൊരു തീരുമാനമാണ് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യഹിയയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹവുമായി പാർട്ടിക്ക് ബന്ധമില്ലാത്തതിനാൽ യാതൊരുവിധ ബാധ്യതയും പാർട്ടിക്ക് ഉത്തരവാദിയായിരിക്കില്ലെന്നും കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കമിഴ്ന്നു വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാലക്കാട് മുനിസിപ്പൽ UDF നേതൃത്വ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കൊള്ളസംഘത്തിനെതിരായ വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പ് ഫലമെന്നും VD സതീശൻ പറഞ്ഞു. ശബരിമലയിൽ കവർച്ച നടത്തിയ CPM നേതാക്കളെക്കുറിച്ച് സർക്കാരിന് ഒരു മിണ്ടാട്ടവുമില്ല. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റിയേനെയെന്നും VD സതീശൻ പരിഹസിച്ചു. കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ശബരിമല ധർമ്മശാസ്താവിന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരക പാലകാ ശില്പവും അടിച്ചു മാറ്റിയവന്മാർ പിന്നെ എന്താണ് കക്കാത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും വിചാരിച്ചത് UB ഗ്രൂപ്പ് വിജയമല്യ കൊടുത്ത 30 കിലോ സ്വർണ്ണം വരുന്നുണ്ടായിരുന്നു. അതൊന്നല്ല, 30 കിലോ സ്വർണ്ണമൊന്നല്ല, സ്വർണം പൂശിയതാന്നാണ് പലരും പറഞ്ഞത്. കോടതി പറഞ്ഞു ഗോൾഡ് ക്ലാഡ്, സ്വർണം പൊതിഞ്ഞതാണ്. സ്വർണം പൊതിഞ്ഞതും സ്വർണം പൂശിയതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, KA തുളസി, രമ്യ ഹരിദാസ്, മരക്കാർ മാരായമംഗലം, P. ബാലഗോപാൽ, MM ഹമീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂരിൽ വീടു കയറി ആക്രമണം. കയ്പമംഗലം കൂരിക്കുഴിയിലാണ് സംഭവം. കൂരിക്കുഴി സ്വദേശി അബ്ദുൾ മുത്തലിബിന്റെ വീടാണ് ആക്രമിച്ചത്. റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച കാറിൽ ബൈക്ക് ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വീട് കയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. ഗർഭിണിയായ യുവതിയും 3 വയസ്സും 9 വയസ്സും പ്രായമുള്ള കുട്ടികളുമുള്ള വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം കണ്ട് ഭീതിയിലായ കുട്ടികൾ പനി പിടിച്ച ചികിത്സയിലാണ്. കൂരിക്കുഴി സ്വദേശി അബ്ദുൾ മുത്തലിബിന്റെ വീടാണ് ആക്രമിച്ചത്. ചന്ദ്രാപിന്നി ചാക്കുണ്ണി ഉന്നതിയിലെ ടൂൾ എന്നറിയപ്പെടുന്ന ഫൈസലാണ് ആക്രമണം നടത്തിയത്. വീട് കയറി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. സ്വരാജ് റൗണ്ടിൽ രാഗം തിയേറ്ററിന് സമീപമാണ് സംഭവം. ശക്തമായ കാറ്റിലാണ് തേക്കിൻകാട് മൈതാനിയിലെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കാറിൽ കുടുങ്ങിയ ഡ്രൈവറെ മറ്റു യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പാലക്കാട് നഗരസഭ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ആശുപത്രിക്കും സ്റ്റേഡിയം സ്റ്റാൻഡിനും സമീപത്തായാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള MP VK ശ്രീകണ്ഠൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF കൺവീനർ P ബാലഗോപാൽ, മറ്റ് UDF നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിര നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 345 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് തുടക്കം കുറിച്ചത്. ഈ റോഡ് ആസ്ഥാനമായ വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 30 മാസമാണ് കാലാവധി. പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ദക്ഷിണ റെയിൽവേയുടെ എറണാകുളത്തുള്ള നിർമ്മാണ വിഭാഗം എഞ്ചിനീയർമാരും കരാർ കമ്പനി ഉദ്യോഗസ്ഥരും കഴിഞ്ഞയാഴ്ച തൃശൂരിൽ വെച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ദിവാൻജി മൂലയ്ക്കടുത്തുള്ള വാട്ടർ ടാങ്കിന് സമീപം മണ്ണ് പരിശോധന ആരംഭിച്ചു. റെഡിമിക്സ് കോൺക്രീറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വഞ്ചിക്കുളത്തിന് സമീപത്തുള്ള ഗുഡ് ഷെഡ് പരിസരത്തും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് ആസ്ഥാനമായുള്ള വെങ്കിടാചലപതി കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനമാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി വെള്ളത്തിലകപ്പെട്ട് മരിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് വളവ് പുളിഞ്ചോട് സമീപം താമസിക്കുന്ന കുറുപ്പൻതൊടിയിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 17 വയസ്സുള്ള ഫഹദാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയ ഫഹദ് വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു. കൂട്ടുകാർ ബഹളം വച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തുകയും പിന്നീട് വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. ഓട്ടുപാറ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂരിൽ വാഹനാപകടത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് പരിക്ക്. കുഴൂർ ബ്ലോക്ക് ഡിവിഷൻ CPIM സ്ഥാനാർത്ഥി തോമസ് പുളിക്കലിനാണ് അപകടത്തിൽ പരിക്കേറ്റത്. കുളൂർ സ്കൂളിന് സമീപത്തായി സ്കൂട്ടർ അപകടത്തിൽ റോഡിൽ വീണ് കിടക്കുന്നതായി നാട്ടുകാരാണ് കണ്ടെത്തിയത്. അപകട കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. മുഖത്തുള്ള അസ്ഥികൾ ഉൾപ്പെടെ പൊട്ടലുണ്ടായിട്ടുണ്ട്. മാളയിലെ ബിലീവേഴ്സ് NCH ആശുപത്രിയിൽ പ്രവേശിച്ച തോമസിനെ ചികിത്സയ്ക്ക് എറണാകുളത്തേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിൽ തൃശൂർ DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാണ് ആവശ്യം. 20 ലക്ഷത്തിന് ഒല്ലൂർ സെൻട്രൽ ഡിവിഷൻ സീറ്റ് വിറ്റു എന്നാണ് പോസ്റ്ററിലെ ആരോപണം. തൃശൂർ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മണ്ണൂർ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സഹോദരന്മാർ തമ്മിൽ അംഗത്തിലേക്ക്. പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് സഹോദരങ്ങൾ തമ്മിൽ അംഗം കുറിക്കുന്നത്. UDF BJP പ്രതിനിധികളായാണ് ഇവർ മത്സരിക്കുന്നത്. പ്രമോദ് എന്ന കുട്ടനും സഹോദരൻ KC പ്രദീപും തമ്മിലാണ് മത്സരരംഗത്തുള്ളത്. പ്രമോദ് എന്ന കുട്ടൻ BJP സ്ഥാനാർത്ഥിയായും സഹോദരൻ KC പ്രദീപ് UDF സ്ഥാനാർത്ഥിയുമായിട്ടാണ് മത്സരിക്കുന്നത്. ഇരുവരും ഓട്ടോ ഡ്രൈവർമാരാണ്. അടുത്തടുത്താണ് താമസം. ബന്ധം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് ഇരുവരും പറയുന്നത്. വ്യത്യസ്ത രാഷ്ട്രീയത്തിലാണെങ്കിലും വീട്ടിലെത്തിയാൽ ഇരുവരും ബായിയാണ്. പ്രമോദ് എന്ന കുട്ടൻ BJP സ്ഥാനാർത്ഥിയായും കർഷക മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. വർഷങ്ങളായിട്ട് BJP പ്രവർത്തകനാണ്. ഇപ്പോൾ കർഷക മോർച്ചൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. BJP നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് പ്രാവശ്യം BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ഏട്ടൻ
നമ്മുടെ സഹോദരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ യാതൊരു എന്താ പറയുക കുടുംബപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. രാഷ്ട്രീയപരമായിട്ട് അവൻ്റെ ആദർശം അവൻ നിൽക്കുന്നു, എൻ്റെ ആദർശത്തിൽ ഞാൻ നിൽക്കുന്നു. അതല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. KSU പ്രവർത്തകൻ കൂടിയായിരുന്ന KC പ്രദീപ് പാർട്ടി പറഞ്ഞ തീരുമാനം ഏറ്റെടുക്കുകയായിരുന്നു. ഞാൻ UDF-ന്റെ 15-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. പിന്നെ KSU-യുടെ തന്നെ സ്കൂൾ ജീവിതത്തിൽ തന്നെ രാഷ്ട്രീയം പ്രവർത്തിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ സജീവമായിട്ട് ഈ വാർഡുകളിൽ 15-ാം വാർഡിൽ 14-ാം വാർഡ് 14-ാം വാർഡായിരുന്നു. അത് സജീവമായിട്ട് പ്രവർത്തനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഴയകാല നേതാക്കളായ വെള്ളക്കുട്ടി മാഷ്, പിന്നെ മണിയേട്ടൻ അവരൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച പരിചയമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാലം വിദേശത്തും ബോംബെയിലായിട്ട് ജോലിക്ക് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് 10-15 വർഷമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് ഈ വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് വാർഡ് പ്രസിഡൻ്റായിട്ട് 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡിൽ. അതിൻ്റെ പേരിൽ പാർട്ടി മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചപ്പോൾ ഒഴിയാൻ സാധിച്ചില്ല. നിർബന്ധിച്ചപ്പോൾ നിൽക്കേണ്ടി വന്നു. പിന്നെ സഹോദരൻ BJP-യിലെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. അതേമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇരുവരും വിജയപ്രതീക്ഷയിലാണ്. BJP സ്ഥാനാർത്ഥി പ്രമോദിന്റെ 2 റൗണ്ട് പ്രചരണ പ്രവർത്തനം കഴിഞ്ഞുവെങ്കിലും UDF സ്ഥാനാർത്ഥി KC പ്രദീപിന്റെ പ്രചരണം 1-ാം റൗണ്ട് കഴിഞ്ഞു. LDF സ്ഥാനാർത്ഥിയും ഇവിടെ മത്സരരംഗത്തുണ്ട്. വിജയം പ്രതീക്ഷിക്കുന്നതായി ഇരുവരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാരാകുറിശി പഞ്ചായത്തിൽ NCP സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനായി നൽകിയ കത്ത് വ്യാജമെന്നാരോപിച്ച് നോമിനേഷൻ തള്ളിയ നടപടിക്കെതിരെ നേതൃത്വം. കളക്ടർക്കും കോടതിയിലും പരാതി നൽകിയതായി NCP ജില്ലാ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേതൃത്വം നൽകിയ കത്ത് വ്യാജമാണെന്ന് ആരോപിച്ചത് NCP ശരത് പവാർ വിഭാഗവും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുമാണ്. കാരാകുറിശി പഞ്ചായത്തിൽ NCP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാഹിന പുത്തൻപീടികയ്ക്ക് ചിഹ്നം അനുവദിക്കാൻ കത്ത് നൽകിയത് നേതൃത്വമാണ്. ജനാധിപത്യവും രാഷ്ട്രീയ മര്യാദയും ലംഘിക്കുന്ന നടപടിക്കെതിരെ ശക്തമായി പോരാടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യഥാർത്ഥ NCPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമതി ഷാഹിന എന്നവരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുള്ളതും അതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തീകരണം നടത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇന്നലെ 24/11/2025 ചിഹ്നം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകനും പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ അടുത്ത് ചെന്ന് അതിൻ്റെ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ചെന്ന സമയത്ത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹാരിസ് ബാബു നൽകിയ കത്ത് വ്യാജമാണെന്നും അത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഒഫീഷ്യൽ ചിഹ്നം അനുവദിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ പ്രസിഡന്റ് ഹാരിസ് ബാബു, സംസ്ഥാന സെക്രട്ടറി സെയ്ദ് ആബിദ്, NYC പ്രസിഡന്റ് CK ഗഫൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ബ്രഹ്മശ്രീ പൊന്നുടുക്കം മണികണ്ഠൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഡിസംബർ 1-ന് ഏകാദശി വിളക്ക് സംഗീതോത്സവവും നടക്കും. ഷൊർണൂർ കല്ലിപ്പാടം ശ്രീ എരിപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചത്. ഭാഗവത സപ്താഹ പാരായണ തുടർച്ച, ഭരതചരിതം, നരകവർണ്ണനം തുടങ്ങിയവയിലും പാരായണം നടന്നു. ബ്രഹ്മശ്രീ പൊന്നുടുക്കം മണികണ്ഠൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ശരീരം പെടുന്ന വേറെ എവിടെയെങ്കിലും വേറെ സ്വർഗാദി ദിവ്യലോകങ്ങളിൽ പോലും ഇതിന്റെ പുണ്യമൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ, സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീനാഥൻ പറഞ്ഞു നമുക്ക് കുറച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഈ വേദത്തിന് അംഗങ്ങളെ തരുന്നുണ്ടെന്നാണ്. അതിന് 3ആക്കിയിട്ടാണ് പ്രധാനമായിട്ട് പറയുക. മന്ത്രകാന്ഡം, ക്രിയാകാന്ഡം, ആരണ്യകം. മന്ത്രകാന്ഡം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ, ക്രിയാകാന്ഡം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓരോ കർമ്മങ്ങൾ, യാഗാദികളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ആരണ്യകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ അന്തരാർത്ഥങ്ങൾ, തത്വത്തില ഉപനിഷത്തുകൾ. അതിൽ ഇദ്ദേഹത്തിന് തന്നെ അതിന് ക്രിയാകാന്ഡാണ്. ശ്രീനാഥ ബസ് പറഞ്ഞു, എന്തിന് ചെയ്യണം ഒരു കർമ്മം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് വേദത്തിലെ യാഗം എന്തിന് ചെയ്യണം എന്ന് വെച്ചാൽ
അതിൽ കൂടിയിട്ട് ആരണ്യങ്ങളെ ഉപനിഷത്തുകളെ പുരളിപ്പുരം കൃഷ്ണൻ നമ്പൂതിരി, പുതുശ്ശേരി പ്രശാന്ത് നാരായണ നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഡിസംബർ 1 യജ്ഞം സമാപിക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ഏകാദശി വിളക്ക് സംഗീതോത്സവം നടക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചു. ചെറുതുരുത്തി SI AR നിഖിൽ ഉദ്ഘാടനം ചെയ്തു. അതൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ആയിട്ട് മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നടത്തുന്ന മലബാർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ 2 നവംബർ 24 മുതൽ 29 വരെ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. സ്കൂൾ തല ഫുട്ബോൾ പ്രതിഭകൾക്ക് വേദിയൊരുക്കുന്ന ഇന്റർ സ്കൂൾ 11 സൈഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മലബാർ കോളേജ് സ്ഥാപനം ചെയർമാനുമായ ഡോക്ടർ KS അംസ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോളിൻ്റെ ലഹരി സിരകളിലൂടെ പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉണ്ടായി വരണം. അങ്ങനെ വന്നാൽ മറ്റ് ലഹരികൾക്ക് അവിടെ സ്ഥാനമുണ്ടാവില്ല. മറ്റ് ലഹരികൾക്ക് പകരം ഫുട്ബോളിൻ്റെ ലഹരി നമ്മുടെ സിരകളിലൂടെ രക്തത്തിന് പകരം പതഞ്ഞൊഴുകുന്ന ഒരു തലമുറ ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അതിന് സ്കൂളുകളിലേക്ക് കൊണ്ട് പരിശീലനം കൊടുക്കണം. ഇതോടുകൂടി 10-16 സ്കൂളുകളിൽ നമ്മുടെ സന്ദേശം എത്തുകയാണ്. ആ 16 സ്കൂളിലെ ക്ലബിൻ്റെ ടീമുകൾ സർവോപരി നല്ല സജ്ജമായി മാറും എന്ന് സംശയമില്ല. ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ സാധാരണ ഒരു സ്കൂൾ മാത്രമാണ് ഞങ്ങളുടെ സ്കൂളായിരുന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ അറഫ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ കുട്ടികൾ. സാധാരണ ഒരു സ്കൂൾ മാത്രമായിരുന്നു. 4-5 വർഷം മുമ്പാണ് അവിടെ ക്യാമ്പ് തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും അതിനു മുമ്പും കേരളത്തിലെ ചാമ്പ്യന്മാരവരാണ്. കേരളത്തിലെ ചാമ്പ്യന്മാർ വെറുതെ ചാമ്പ്യന്മാരായത് മാത്രമല്ല, ഒരു ഗോൾ പോലും തിരിച്ച് വാങ്ങാതെ എല്ലാ കളികളും 4ഉം 5ഉം 8ഉം ഗോളുകൾ യാതൊന്നും തിരിച്ചു മേടിക്കാതെ 8ഉം 7ഉം ഗോളുകൾ അടിച്ചാണ് ആ ടൂർണമെൻറ്റിൽ അവർ ചാമ്പ്യന്മാരായി തീർന്നത്. ആ സ്റ്റേറ്റിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. അവസാനം അവർ നാഷണൽ കളിക്കാൻ പോയി. നാഷണലിലാണ് ഫസ്റ്റ് റണ്ണറപ്പായി തിരിച്ചു വന്നത്. മറ്റൊരു കാര്യം കൂടിയും, കേരളത്തിൻ്റെ ചാമ്പ്യന്മാരായത് അണ്ടർ 19ലും അണ്ടർ 17ലും 2 ചാമ്പ്യന്മാർ അറഫ സ്കൂളാണ്. സ്കൂൾ മാനേജർ, പ്രധാനാധ്യാപകർ, മറ്റ് പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 16 സ്കൂൾ ടീമുകളാണ് മത്സര രംഗത്തിറങ്ങുന്നത്. യുവാക്കളിൽ ഫുട്ബോൾ സംസ്കാരം വളർത്തുകയും ചെറുപ്പത്തിൽ തന്നെ മത്സരാന്തരീക്ഷം പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റുലി. കണ്ണൂരിൽ 14 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പല വാർഡുകളിലും പത്രിക തള്ളിയതോടെയും ചില വാർഡുകളിൽ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് LDFന് ഈ നേട്ടം കൈവരിക്കാനായത്. സാക്ഷര കേരളം എന്ന് നാം അഭിമാനിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മാറ്റൊലിയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 14ഓളം LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിയാൻ കഴിയുന്നുണ്ട്. തികച്ചും അത് LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എതിർപക്ഷത്തുള്ള BJP ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥികൾ അവരാണെങ്കിലും ആ നോമിനേഷൻ കൊടുക്കുമ്പോൾ അത് ശരിക്കും വെരിഫൈ ചെയ്ത് അതിൽ കുറ്റമറ്റതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം ആ ഒരു നോമിനേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം ഒരു ഇത് വരുമ്പോൾ അതിനെ തികച്ചും അതിനെ തള്ളപ്പെടുക തന്നെ, ഭരണാധികാരിയെ തള്ളപ്പെടുക തന്നെ ചെയ്യും. അത് മാത്രമല്ല ഇത്തരം ഒരു സംവിധാനം പാലക്കാട് ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഏകദേശം ഇന്നലെ അറിയാൻ കഴിഞ്ഞത് പല UDF സ്ഥാനാർത്ഥികളുടെ പത്രിക വരെ തള്ളപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കരാർ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ വരുമ്പോൾ അത് ഭരണാധികാരികൾ റിട്ടേണിംഗ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള അതാത് പഞ്ചായത്തുകളിലെ റിട്ടേണിംഗ് ഓഫീസർമാർ അത് ഇലക്ഷൻ ശുഭകരമായി നടക്കുന്നതിനും ഒരു ഒബ്ജക്ഷൻ വരുമ്പോൾ അതിനെ അത് പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം നിലപാടുകൾ എടുക്കുന്നത്.
അത് തികച്ചും അതിലൊരു രാഷ്ട്രീയം കാണേണ്ടതില്ല. കണ്ണൂരിലെ 14 വാർഡുകളിൽ മത്സരിക്കാൻ ആളില്ല എന്നാണിപ്പോൾ പറയുന്നത്. അത് മത്സരിക്കാൻ സത്യത്തിൽ അവിടെ എതിർ പാർട്ടിക്ക് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും അവിടെ നിൽക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് നിൽക്കുന്ന വാർഡുകളിൽ അവർക്ക് 50-ൽ പരം വോട്ടുകൾ മാത്രമുള്ള വാർഡുകളുമുണ്ട്. അപ്പോൾ ഇത്തരം വാർഡുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആദ്യം നാമനിർദ്ദേശ പത്രിക നൽകുകയും പിന്നീട് തോൽവിയുടെ ആഘാതം മനസ്സിലാക്കിക്കൊണ്ട് അവർ പത്രിക പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ചില വാർഡുകളിൽ കണ്ണൂരിൽ തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോലും എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചിലവിടെ മത്സരിക്കാൻ തയ്യാറെടുത്തവർ തന്നെ അതിൻ്റെ ഭീകരമായ തോൽവി മനസ്സിലാക്കിക്കൊണ്ട് പത്രിക പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിന് LDF എന്ത് പിഴച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ആ കോൺഗ്രസിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഒരു നല്ലൊരു ജനാധിപത്യ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുവാൻ ഈ കണ്ണൂരിലെ 14 വാർഡുകളിലും സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലാതെ അവിടെ ഒരു ഭീകരമായ അന്തരീക്ഷമാണ് CPM-ന് അല്ലെങ്കിൽ LDF-നുള്ളത് എന്നല്ല പറയാനുള്ളത്. കാരണം ഇത് ആധുനിക യുഗമാണ്. ആരും ആരെയും ഇവിടെ ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ പ്രവർത്തനം, കോൺഗ്രസിൻ്റെ പ്രവർത്തനം മോശമാണ്, പ്രവർത്തനമില്ലായ്മ കൊണ്ടാണ് അവിടെ മത്സരിക്കാൻ ആളില്ലാത്തത് എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയുള്ള കുറ്റപത്രവും UDF-ന്റെ ബദൽ വികസന നയവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തിട്ടുണ്ടെന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച് ജയിലിലായ നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ്. തൃശൂർ ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ LDF സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനു മുകളിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. മുള്ളൂർക്കര വാഴക്കോട് കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പ്രവേശന ഭാഗം പൊളിച്ചിട്ട വാടാനംകുറിശി വല്ലപ്പുഴ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ നിർമ്മാണോദ്ഘാടനം ജനദ്രോഹകരം. ആഴ്ചകൾക്ക് മുമ്പ് പൊളിച്ചിട്ട വഴി ഉടൻ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പ്. പ്രദേശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം. തൃശൂരിൽ വീട് കയറി ആക്രമണം. സംഭവം കയ്പമംഗലം പൂരിക്കുഴിയിൽ. ഒറ്റപ്പാലത്ത് ലീഗ് നേതാവിന് ഫോണിലൂടെ നിരന്തരം വധഭീഷണിയെന്ന് പരാതി. പോലീസിനെ സമീപിച്ചിട്ടും ഒരു നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപം. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പുതിയ മന്ദിര നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ദിവാൻജി മൂലയ്ക്ക് സമീപം മണ്ണ് പരിശോധന തുടങ്ങി. നിർമ്മാണ ചുമതല ഈറോഡ് ആസ്ഥാനമായ സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.